വൈക്കം നഗരത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ടൂറിസം പദ്ധതി, കൃഷി, മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രാധാന്യമുള്ള പദ്ധതികൾ പുത്തൻതോട്, KV കനാൽ, വലിയാനപ്പുഴ, വേമ്പനാട്ട് കായൽ എന്നിവയെ ബന്ധിപ്പിച്ച് വാട്ടർ ടൂറിസം, തൊഴിൽ ലഭ്യതയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും അനുയോജ്യമായ വികസന പദ്ധതികൾ എന്നിവ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് വൈക്കം നഗരസഭ 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ. ഇപ്പോൾ നമ്മൾ PHCന്റെ തിരക്കും കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ PHC 2 സെന്ററുകൾ ആരംഭിച്ചു. അത് തന്നെ ഏറ്റവും മിടുക്കന്മാരായ ഉദ്യോഗസ്ഥർ അടങ്ങിയ ടീം തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നു. അതിന്റെ നിലവാരത്തിലുള്ള മരുന്നുകളും ഒക്കെയുള്ള ഒരു രണ്ട് ആശുപത്രികൾ, ഡയാലിസിസും അതുകൂടാതെ പാലിയേറ്റീവും ഒക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മളുടെ ഒരു നേട്ടം തന്നെയാണ്. എടുത്തു പറയേണ്ട നേട്ടത്തിനൊന്നും ഈ പാലിയേറ്റീവ് സൗകര്യം അത് നേരത്തെ അലോപ്പതിക്ക് മാത്രം ഉണ്ടായിരുന്നത് ആയുർവേദത്തിലേക്ക് ഹോമിയോയിലൂടെ ചേർക്കാൻ നമുക്ക് കഴിഞ്ഞു. അതുകൂടാതെ ജീവിതശൈലി രോഗങ്ങളും അടക്കമുള്ള ക്ലിനിക്കുകൾ അത് ആയുർവേദത്തിലും നമ്മുടെ ഹോമിയോയിലും കൂടി ചേർത്ത പുതിയ പദ്ധതികൾ ഉപയോഗിക്കാൻ കഴിയുന്നു. തീർച്ചയായും ആരോഗ്യ മേഖലയിലെ എല്ലാ സ്ഥലത്തും തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പദ്ധതികൾ നിർവഹിക്കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യം അത് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. വൈക്കം സത്യാഗ്രഹ സ്മാരക ഹാളിൽ നടന്ന സെമിനാറിൽ വൈസ് ചെയർമാൻ PT സുഭാഷ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിന്ധു സജീവൻ കരട് രേഖ അവതരിപ്പിച്ചു. നാം നടപ്പാക്കി വരുന്ന വികസന പ്രക്രിയകളുടെ ഈ കൗൺസിലിൻ്റെ കാലത്തെ ഏറ്റവും അവസാന വർഷത്തെ വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വികസനത്തിലാണ്. ഇവിടെ നഗരസഭാ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 4 വർഷക്കാലമായി വളരെയേറെ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സർക്കാരിന് നിലനിൽക്കുമ്പോൾ പോലും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയ തുകയിൽ ശ്രീമതി രേണുക നിതീഷ് ചെയർപേഴ്സണായ ആദ്യ 2 വർഷക്കാലങ്ങളിൽ 95-98% വാർഷിക പദ്ധതി പൂർത്തീകരിച്ച് ഈ ജില്ലയിൽ ഒന്നാമതായ മുനിസിപ്പാലിറ്റി. പുരാതന നഗരത്തിന്റെ പേരിൽ പെരുമ കൈമുതലാക്കി പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായതും ലോകത്തെ ആകമാനം അഭിമാനത്തിന്റെ പേരിലെത്തിയ വൈക്കം സത്യാഗ്രഹം നടന്ന നാട് ഇന്ന് സത്യാഗ്രഹ ശതാബ്ദിയുടെ നിറവിലാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി പോരാട്ടം നടത്തിയ ധീരസമര സേനാനികളുടെ ചൂടും നിണവും വിയർപ്പ് തുള്ളികളും വീണ ഈ മണ്ണിൽ ദേശീയ നേതൃത്വത്തിന്റെ പാദസ്പർശനം കൊണ്ട് ധന്യമായ പൈതൃകമാണ് ഇന്ന് നമുക്ക് മാർഗദീപം. ജാതി മത വർഗ വ്യത്യാസങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന നാട്ടിൽ മാനവരാശിയെ ഒന്നായി കാണുവാനും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന മന്ത്രം മനുഷ്യനെ പഠിപ്പിച്ച മഹാഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ സാന്നിധ്യവും അനുഗ്രഹവും കൊണ്ട് ധന്യമാക്കിയ വൈക്കം സത്യാഗ്രഹം അഹിംസ മന്ത്രത്തിലൂടെ ഭാരതത്തെ സ്വതന്ത്രമാക്കുവാൻ നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധി നേരിട്ട് പങ്കെടുത്ത സത്യാഗ്രഹം നടന്ന നാടാണ്. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ N. അയ്യപ്പൻ, ബിന്ദു ഷാജി, ഹരിദാസൻ നായർ, ലേഖ ശ്രീകുമാർ, ആസൂത്രണ ഉപാധ്യക്ഷൻ പ്രദീപ് കുമാർ, സെക്രട്ടറി സൗമ്യ ഗോപാലകൃഷ്ണൻ, കൗൺസിലർമാർ, വിവിധ മേഖലയിലെ നിർമ്മാണ ഉദ്യോഗസ്ഥർ, നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. വിവേഷൻ ന്യൂസ്, വൈക്കം.